ശാന്ത് പത്മനാഭൻ, ഇവിടെ ശ്രീ മിഥുൻ അവതരിപ്പിച്ച വാദങ്ങൾ താങ്കൾ കേട്ടല്ലോ. അംഗീകരിക്കപ്പെട്ടത് അല്ലാത്ത അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ബിംബത്തെയോ ചിഹ്നത്തെയോ അല്ല ഗവർണർ രാജ്ഭവനിൽ വെച്ചത്. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ ലംഘനത്തിന് വിഷയമേ ഉദിക്കുന്നില്ല. അപ്പോൾ പിന്നെ മന്ത്രി ആ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് പ്രോട്ടോകോൾ ലംഘനം. അത് മാത്രമല്ല ഡിസൈറബിലിറ്റി എന്നതല്ല ഇവിടുത്തെ ഒരു ഫാക്ടറായി കണക്കാക്കേണ്ടതെന്നാണ്. ഇതിന് അദ്ദേഹം അവതരിപ്പിച്ച വാദങ്ങൾ മുഴുവൻ താങ്കൾ കേട്ടല്ലോ, അതിനുള്ള മറുപടി കേട്ടു. അതിനുള്ള മറുപടി, സംവാദം ഒരു ഭരണഘടനാ ജനാധിപത്യ രാജ്യത്ത്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും വേണം. വിവിധ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ, വിവിധ ആശയധാരകളിൽ, ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആശയ സംവാദത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഗവർണർ അതിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധികളുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയ മുഖ്യധാരയുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ട്, അതിലൊരു പ്രതിപക്ഷമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് BJP രാഷ്ട്രീയക്കാർക്ക് പറയാം. പക്ഷേ ഗവർണറുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് നേരത്തെ അദ്ദേഹം പാലിച്ചു പോന്നിരുന്ന ഒരു രാഷ്ട്രീയ തത്വസംഹിത എടുത്ത് അത് ഗവർണറുടെ ഓഫീസിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതി വിധികളുണ്ട്. പിന്നെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഫംഗ്ഷന്, ക്രമീകരണത്തിന്, സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യം മാത്രമാണെന്നും അതിന് നിയമപരമായിട്ടുള്ള വേറെ ബാധ്യതകളൊന്നുമില്ല എന്ന് പ്രോട്ടോകോൾ ടേബിൾ ഓഫ് പ്രസിഡൻസിന്റെ താഴെ എപ്പോഴും എഴുതാറുണ്ട്. ഞാൻ അദ്ദേഹം ചോദിച്ച വേറെ 2 കാര്യങ്ങൾക്ക് ഉത്തരം പറയട്ടെ. അദ്ദേഹം പറയുന്നത് ദേശീയതയെ ഊന്നിക്കൊണ്ടാണ്. ഈ ദേശീയതയെപ്പറ്റി നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ അതിനോട് യോജിക്കുകയാണ്. അതായത് കന്നിമൊഴി വിദേശ രാജ്യത്ത് നമ്മളെ രാജ്യത്തെ പ്രതിനിധീകരിച്ചു പോയ ഓരോരുത്തരും, പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ത്യക്ക് അഭിമാനമുണ്ടാകുന്ന രീതിയിലുള്ള മറുപടികൾ, ഉത്തരങ്ങൾ, ഓരോ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തത്. കന്നിമൊഴി പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഭാഷ, ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ്? ഒരു കുത്തിത്തിരിപ്പ് ചോദ്യമായിരുന്നു. കാരണം രാഷ്ട്രത്തിനകത്ത് ദേശീയത എന്ന് പറയുന്നതിന് ഒറ്റ ഡെഫിനിഷൻ അല്ലെന്നും തമിഴ് ഭാഷയിൽ നമ്മൾക്ക് അത്രയധികം അഭിമാനമുണ്ട്. കമൽഹാസനൊക്കെ ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. കർണാടകത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമ പോലും ഇറങ്ങുന്നില്ല. പല ദേശീയതകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംസ്കൃതിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ സംസ്കൃതിയോ ഒരൊറ്റ ആശയധാരയോ ഒരൊറ്റ നിർവചനത്തിൽ ഒതുങ്ങുന്ന ഒരു ദേശീയതയോ അല്ല. ഓരോ തമിഴ്നാടിൻ്റെ സംസ്കൃതി അത്രയധികം അഭിമാനം കൊള്ളുന്ന ഒരു MP ആയിട്ട് കൂടി വെളിയിൽ ആ ചോദ്യം വന്നപ്പോൾ ഏതാണ് നിങ്ങളുടെ ദേശീയ ഭാഷ എന്ന് ചോദിച്ചപ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞു. അതേപോലെ ഞങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം പഠിപ്പിക്കേണ്ടതില്ല, പാകിസ്ഥാൻ അത് പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഒവൈസിയാണ് പറഞ്ഞത്. ഗുലാം നബി ആസാദ് അത് പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് പോയ ഓരോ പ്രതിനിധികളും ഇന്ത്യക്ക് അഭിമാനം ഉണ്ടാകുന്ന രീതിയിൽ, ഇതൊക്കെ പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പേഴ്സാണെന്ന് ആലോചിക്കണം. ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഇതുപോലെ തന്നെ പറഞ്ഞു. വളരെ മികച്ച രീതിയിൽ നമ്മുടെ എന്താണ് ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ആശയം എന്നത് പ്രചരിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹം മിഥുൻ പറഞ്ഞതുപോലുള്ള ഒരൊറ്റ ഡെഫിനിഷൻ അല്ല ഭരണഘടനയിൽ ദേശീയതയ്ക്ക് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, ദേശീയതയെപ്പറ്റി അഭിമാനം കൊള്ളുന്ന ഏത് പ്രൊവിഷൻ ഉണ്ട് ഭരണഘടനയിൽ കാണിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചില്ല. എനിക്കറിയാവുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ആർട്ടിക്കിൾ 17 പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. എന്തുകൊണ്ടാണ് ലോകത്തൊരു ഭരണഘടനയിലും ഇല്ലാത്തൊരു കാര്യം, അതായത് തൊട്ടുകൂടായ്മ, അത് അബോളിഷ് ചെയ്തിരിക്കുന്നു എന്ന് ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികാവകാശത്തിന്റെ ഇതിൽ പറയുകയാണ്. അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് ആൻഡ് ഇസ് പ്രാക്ടീസ് ഇൻ എനി ഫോം ഈസ് ഫോർബിഡൻ. ഇത് ഒരു ക്രിമിനൽ കുറ്റമാക്കണം എന്ന് ഭരണഘടനയിൽ മൗലികാവകാശത്തിൽ പറയുകയാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്കൃതി എന്ന് അദ്ദേഹം പറയുന്നു. അഭിമാനം കൊള്ളണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിക്കുക. 70-80% ആളുകളെ അത് സമൂഹത്തിന്റെ സവർണർ മാറ്റി നിർത്തിയിരുന്ന ഒരു ചരിത്രം കൂടി ഉണ്ട് ഇന്ത്യക്ക്. അവിടെ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. ഇതിനെതിരെ നിരന്തരം സമരം ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു പുരോഹിതന്മാര്, ശങ്കരാചാര്യന്മാര് ബ്രിട്ടീഷ് ക്രൗണിന് കത്തെഴുതുകയാണ് ഗാന്ധിജിയെ ഹിന്ദു അല്ല എന്ന് ഡിക്ലെയർ ചെയ്യണമെന്ന്. അങ്ങനെ അതും കൂടെയാണ് നമ്മുടെ അത് പറയുമ്പോൾ, സംസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ, ഇന്ത്യയുടെ ആ ഒരു നാഷണലിസത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതുകൂടി ഉൾക്കൊള്ളണം. ആർട്ടിക്കിൾ 25(2) പറയുകയാണ്, എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് ഹിന്ദു ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കണം. ഏതെങ്കിലും ഒരു സെക്യുലർ ഭരണഘടനയിൽ മതത്തിന്റെ ഒരു വിഭാഗത്തിനെ നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് എഴുതി വെക്കേണ്ട ഒരു ആവശ്യം വന്നെങ്കിൽ അത് ഇന്ത്യയിൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു തെറ്റായ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം മാറാൻ വേണ്ടിയാണ് ഈ ഭരണഘടനയിൽ പറയുന്നത്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കിണറ്റിലോ എവിടെയെങ്കിലും കുളത്തിലോ ഒന്നും പോയി വെള്ളം എടുക്കുന്നതിനെ ആരെയും തടയരുത്. കാരണം ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് വന്ന ഒരാളായിരുന്നു, ഒരു അൺടച്ചബിൾ എന്ന് വിളിക്കുന്ന ആളായിരുന്നു ഡോക്ടർ അംബേദ്കർ. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവരെല്ലാം ഡോക്ടർ അംബേദ്കറെ മികച്ച രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അറിയാതെ വയലിൽ നിന്ന് വീഴും.
നിങ്ങൾ ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ളവര് ഭരണഘടനാ നിർമ്മാതാക്കള് ഇന്ത്യൻ ഭരണഘടനയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അഭിമാനിക്കാവുന്ന കുറെ കാര്യങ്ങളുള്ളപ്പോൾ ഇന്ത്യക്ക് വേറെ ഭാഗങ്ങൾക്കില്ലാത്ത വളരെ മോശമായിട്ടുള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. ആ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കരുത്. പക്ഷേ ഇന്നത്തെ കാലത്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ഉണ്ടായിരുന്നെന്നും എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭരണഘടനയെന്നും ദേശീയതയ്ക്ക് ഒരേ ഒരു നിർവചനമല്ല, ദേശസ്നേഹികൾ ഒരേ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നവരോ ഏതെങ്കിലും ഒരു ആശയധാരയിൽ നിന്ന് വരുന്നവരോ മാത്രമല്ല ദേശസ്നേഹികളെന്നും ദേശസ്നേഹത്തിന് മനുഷ്യസ്നേഹം എന്നൊരു അർത്ഥം കൂടി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയ കൊള്ളാം. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഗവർണറല്ല, പ്രതിപക്ഷവും ഭരണപക്ഷവും ചർച്ച ചെയ്യട്ടെ. നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു പ്രതിനിധി അയക്കൂ സഭയിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിന് പറയാമല്ലോ, അദ്ദേഹത്തിന്റെ വിചാരധാരയിൽ നിന്നുള്ള 1-2 പ്രതിനിധികളൊക്കെ സഭയിൽ വരികയാണെങ്കിൽ അവരും ചർച്ച ചെയ്യട്ടെ. അല്ലാതെ ഗവർണറുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാള് നേരത്തെ അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം ആ ഓഫീസിലേക്ക് കൊണ്ടുവരരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്.